നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 4 CPM പ്രവർത്തകർക്ക് കൂടി ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ, വൈശാഖ്, അമൽ, ലെനിൻ രാജ് അടക്കമുള്ള പ്രവർത്തകർക്കാണ് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയത്. അതിൻ്റെ തലേ ദിവസം 9 പേർക്ക് ജാമ്യം നൽകിയിരുന്നു ഹൈക്കോടതി. പിറ്റേന്നാണ് 4 പേർക്ക് കൂടി ജാമ്യം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 11ഓളം പേർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശക്തമായ എതിർപ്പ് ഒരു വശത്തുണ്ടായിരുന്നു. ആ എതിർപ്പിനെ തള്ളിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ നടപടി. കർശന ഉപാധികളോടെയാണ് ജാമ്യം പ്രതികൾക്ക് അനുവദിച്ചിരിക്കുന്നത്. ഗൗരവമേറിയ കുറ്റമാണ് പ്രതികൾ ചെയ്തതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വധശ്രമ കുറ്റം നിലനിൽക്കാനുള്ള തെളിവുകളില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരത്തിൽ ഗൗരവമേറിയ ഒരു കുറ്റം ചെയ്തിട്ടും അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ അത് മോശം സന്ദേശം നൽകുമോ എന്ന സംശയമൊക്കെ ED ഉന്നയിച്ചതാണ്. എന്തായാലും അവർ ചെയ്ത കുറ്റം ഗൗരവകരം തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ 67 ദിവസത്തോളം അവർ ജയിലിലാണ്. ഈ സാഹചര്യത്തിൽ അവരെ കൂടുതൽ സമയം ജയിലിൽ ഇടേണ്ട സാഹചര്യമില്ല എന്ന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം ഗൗരവതരമാണെന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉദ്യോഗസ്ഥരുടെ പരിക്ക് ഗുരുതരമല്ലെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് 9ഓളം പ്രതികൾക്ക് 67 ദിവസത്തിന് ശേഷം ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. CPM DYFI പ്രവർത്തകരായ TS കിരൺ, ജീവൻ, അനിൽകുമാർ, ശ്രീജിത്ത്, നിഷാദ്, സിദ്ധാർത്ഥ്, റഫീഖ്, നന്ദുജി, രാഹുൽ രാജ് അടക്കമുള്ള പ്രതികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാമ്യം നൽകിയത്. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട്. പക്ഷേ 67 ദിവസമായി പ്രതികൾ ജയിലിലാണ്. ഈ കേസിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കസ്റ്റഡി ആവശ്യവും ഈ നിലവിൽ നിലനിൽക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിക്കുന്നതെന്നും കോടതി അറിയിച്ചു. അതേസമയം പ്രതികളുടെ ജാമ്യ ഹർജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ എതിർത്തു. ED അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ആക്രമണമാണ് നടന്നതെന്നായിരുന്നു ED മുന്നോട്ട് വെച്ച വാദം. CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടി. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും കോടതിയിൽ ഹാജരായിരുന്നു. ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കലായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും EDയുടെ വാദം. പ്രകോപനം മൂലമുണ്ടായ ആക്രമണമല്ല പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ നടന്നത്. പരിശോധന കഴിഞ്ഞു മടങ്ങുമ്പോൾ നടത്തിയ ആക്രമണം സമയമെടുത്ത് ആലോചിച്ച ശേഷമുള്ളതായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായി എന്നതടക്കമുള്ള വാദങ്ങളാണ് ED മുന്നോട്ട് വെച്ചത്. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് ലഘുവായി കാണരുതെന്നും ED കോടതിയോട് ആവശ്യപ്പെട്ടു. എല്ലാ കേസിലും കക്ഷി ചേർക്കാൻ ED അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു കേസിൽ 60ഓളം ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടും ജാമ്യം കിട്ടാത്തതിന് പിന്നാലെയായിരുന്നു CPM പ്രവർത്തകരായ പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയെ സമീപിച്ചത്. 60 ദിവസത്തിലേറെയായി ജാമ്യം കിട്ടാതെ 24ഓളം CPM പ്രവർത്തകരാണ് ജയിലിലായിരുന്നത്. 2 വട്ടം സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളി. സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് തടയാൻ ഭാഗിക കുറ്റപത്രം നൽകാൻ അന്വേഷണ സംഘം നീക്കം നടത്തിയിരുന്നു. അങ്ങനെ വന്നാൽ ജയിലിൽ നിന്ന് ഉടനൊന്നും പുറത്തിറങ്ങാനും ആകാത്ത സ്ഥിതിയായിരുന്നു. EDയും കേസിൽ കക്ഷി ചേർന്ന് ശക്തമായ നീക്കമാണ് കേസിൽ നടത്തിയത്. ഇതോടെയാണ് ആദ്യമായി പ്രതികൾ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. എന്തായാലും പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. കർശന ഉപാധികളോടുള്ള ജാമ്യമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ച ശക്തമായ വാദങ്ങളിൽ ഒന്ന് ഇതൊരു ആസൂത്രിത ആക്രമണമാണ്, പെട്ടെന്നുണ്ടായ ആക്രമണമാണെന്ന് ഒരിക്കലും കണക്കാക്കാനാകില്ല എന്നതടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കേസ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചതാണ്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്നും ED കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കേസിനാസ്പദമായ സംഭവം. മലയാളികൾക്കെല്ലാം ആ സംഭവം അറിയാം. റെയ്ഡ് വിവരം അറിഞ്ഞ് പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയ CPM പ്രവർത്തകർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും അവരെ കയ്യേറ്റം ചെയ്തുമെന്നുമാണ് ആരോപണം. തുടർന്നാണ് പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു അടക്കമുള്ളവർക്കെതിരെ
ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പോലീസ് കേസെടുത്തത്. കേസിൽ ആകെ 25ഓളം പ്രതികളുണ്ട്. നേരത്തെ ഒരാൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. ആ ജാമ്യം അനവസരത്തിൽ കൊടുത്തതാണ് എന്നതടക്കമുള്ള വിവാദങ്ങൾ ഒരു വശത്ത് ശക്തമായിരുന്നു. പിന്നാലെ ബാക്കിയുള്ള പ്രതികളും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും കർശന ജാമ്യ വ്യവസ്ഥകളുണ്ട്. ഈ പ്രതികൾക്ക് 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകണം. 10,000 രൂപ വീതം പ്രതികൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കെട്ടിവയ്ക്കണം. ശനിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നതടക്കമുള്ള കർശന വ്യവസ്ഥകളാണ് ഈ ജാമ്യ വ്യവസ്ഥയിലുള്ളത്. CPM പ്രവർത്തകർ പോലീസ് അന്വേഷണവുമായി സഹകരിക്കണം. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ശനിയാഴ്ച രാവിലെ 10നും 11നും ഇടയിൽ ഹാജരാകണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴും പ്രതികൾ ഹാജരാകണം. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അധികാര പരിധിയിൽ പ്രവേശിക്കരുത് തുടങ്ങിയവയും ഹൈക്കോടതിയുടെ കർശന ജാമ്യ വ്യവസ്ഥയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ ഒരു സംഭവം വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വിമർശനം ഉയരുന്ന സംഭവം കൂടിയായിരുന്നു. DYFI ജില്ലാ സമ്മേളനത്തിൽ പ്രതിഷേധ രീതികൾക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒരു യുവജന സംഘടനയ്ക്ക് ചേർന്ന രീതിയിലായിരുന്നില്ലെന്ന് സമ്മേളനത്തിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. പിണറായി വിജയന്റെ വീടിന് മുന്നിലടക്കം നടന്ന ആവേശത്തിന് പുറത്തുള്ള പ്രതിഷേധങ്ങൾ അതിര് കടന്നുപോയെന്നും അത് സംഘടനയ്ക്ക് ചേരുന്ന രീതിയിലായിരുന്നില്ലെന്നുമാണ് പ്രധാനമായും ഉയർന്ന ആക്ഷേപം. ED ഓഫീസിന് മുന്നിൽ മറ്റ് നടന്ന പ്രതിഷേധങ്ങൾ ഒഴിവാക്കാവുന്നതായിരുന്നുവെന്നും നേതാക്കളുടെ അതിരുവിട്ട പെരുമാറ്റം പ്രവർത്തകരെ വലിയ നിയമക്കുരുക്കിലാക്കിയെന്ന വിമർശനവും ശക്തമായിരുന്നു. ഈ സംഭവങ്ങളെ തുടർന്ന് ജയിലിലായ പല പ്രവർത്തകർക്കും ഇപ്പോഴും ജാമ്യം കിട്ടാത്ത സാഹചര്യമാണുള്ളതെന്നും പിണറായി വിജയന്റെ നിലപാടുകളെയും സമ്മേളനത്തിൽ പ്രതികൾ ചോദ്യം ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ടു ഈ സംഭവം പ്രതിപക്ഷ നേതാവിനെ. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു സംഭവം കൂടിയാണ് ഈ ആക്രമണത്തിൽ തകർന്ന വാഹനങ്ങൾ. അത് പ്രവർത്തകർ ആക്രമിച്ചവർ തന്നെ നഷ്ടപരിഹാരം നൽകുമെന്ന വാഗ്ദാനമൊക്കെ ഒരു വശത്ത് ശക്തമായിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്തായി. പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തന്നെ ആ വാഹനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയിരുന്നു. CPM പ്രവർത്തകരാണ് ടാക്സി തകർത്തത്. മുഴുവൻ നഷ്ടപരിഹാര തുകയും ED കൈമാറി ഈ ടാക്സി ഡ്രൈവർമാർക്ക്. തിരുവനന്തപുരം സ്വദേശിയായ ടാക്സി ഡ്രൈവർക്കാണ് പണം കൈമാറിയത്. 1.25 ലക്ഷത്തോളം രൂപയാണ് നഷ്ടപരിഹാരം. നേരത്തെ CPM നഷ്ടം നൽകുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് അവർ പിന്മാറുകയായിരുന്നു. 3ഓളം ടാക്സികളാണ്. വണ്ടികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു നമ്മൾ കണ്ടതുപോലെ ചില്ലുകളൊക്കെ തകർന്നു. അതിലൊരു ഡ്രൈവർക്ക് പരിക്കേൽക്കുകയുണ്ടായില്ല. എന്തായാലും 3 വണ്ടികൾക്ക് നഷ്ടപരിഹാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുകയുണ്ടായി. വലിയൊരു ആശ്വാസമാണ് ഡ്രൈവർമാർക്ക് കിട്ടിയത്.